കഴിഞ്ഞ ദിവസം ധീരൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ജഗദീഷ് നടൻ വിനീതിനെ കുറിച്ച് ഒരു പരാമർശം നടത്തി. ജഗദീഷ് പറഞ്ഞു, ലൂസിഫർ സിനിമയിൽ ഞാനായിരുന്നെങ്കിൽ വിവേക് ഒബ്രോയുടെ വേഷത്തിൽ വിനീതിനെ തന്നെ അഭിനയിപ്പിക്കുമായിരുന്നു. വിനീതാണ് നമുക്കറിയാം ആ വിവേക് ഒബ്രോയ്ക്ക് ഡബ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ വില്ലൻ വേഷം ഞാനായിരുന്നെങ്കിൽ വിനീതിനെ തന്നെ ഏൽപ്പിക്കും, വിനീത് അത് ഗംഭീരമായിട്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് ജഗദീഷ് പറഞ്ഞത്. നടൻ വിനീത് നമുക്കറിയാം എത്രയോ വർഷമായി സിനിമയിലുണ്ട്, 80-കൾ മുതൽ സിനിമയിലുണ്ട്, 40 വർഷത്തോളമായി. ഒരുപാട് ഹിറ്റ് സിനിമകളിൽ നായകനായിട്ടും സഹനടനായിട്ടൊക്കെ വിനീത് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ വിനീതിന് ചെയ്യാൻ പറ്റാതെ പോയ, അല്ലെങ്കിൽ ആദ്യ ഓപ്ഷൻ വിനീതിനെ മനസ്സിൽ കണ്ട് പിന്നീട് മറ്റ് ചില നായകന്മാരിലേക്ക് ഓപ്ഷനായിട്ട് പോയ കുറച്ച് സംവിധായകരുണ്ട്. ആ സംവിധായകരെ കുറിച്ചും ആ സിനിമകളെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മലയാളത്തിലെ ക്ലാസിക് സിനിമകളിലെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും മുൻപന്തിയിലുണ്ടാകുന്നൊരു സിനിമയാണ് വൈശാലി. അന്ന് ഭരതൻ MT കൂട്ടുകെട്ടിലെ അവർ ആ ഒരു സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഒരു പുതിയൊരു നായകൻ, പുതിയൊരു നായിക, അങ്ങനെയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അതിന് മുമ്പ് തന്നെ അതിലെ രാജാവിൻ്റെ വേഷത്തിൽ ബാബുവാനിനെ അന്ന് ഉറപ്പിച്ചു വെച്ചിരുന്നു. പക്ഷെ നായകൻ ആര് വേണമെന്നുള്ളതൊരു ഭരതനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ശരിക്കും പറഞ്ഞൊരു 16-17 വയസ്സ് പ്രായമുള്ള സിനിമയിലേക്ക് ചുവട് വെച്ച് തുടങ്ങിയ വിനീതിനെയാണ് അന്ന് ഭരതൻ ഉറപ്പിച്ചത്. എന്നിട്ട് വിനീതിനെ വെച്ചൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പക്ഷെ എന്തോ ചില കാരണങ്ങൾ കൊണ്ട്, അതായത് വിനീത് വളരെ കുറച്ചും കൂടി യങ് ആണ്, അതായത് കുറച്ച് ഏജ് കൂടുതലുള്ള ഒരു 20 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു ആർട്ടിസ്റ്റ് മതി എന്ന് വിചാരിച്ചിട്ട് പിന്നീടാണ് വിനീതിനെ മാറ്റിയിട്ട് നമുക്കറിയാം സഞ്ജയ് എന്ന് പറയുന്ന നടനെ അതിൽ അഭിനയിപ്പിച്ചത്. സിനിമ അന്ന് വളരെ ഹിറ്റായിരുന്നു. ഇന്നും വൈശാലി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഞ്ജയ് എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് അധികം സിനിമകളൊന്നും അദ്ദേഹം പിന്നീട് ചെയ്തിട്ടില്ലെങ്കിലും വൈശാലിയിലെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ മുഴുവനും അറിയാം. അത് വിനീതിന് ശരിക്കൊരു നഷ്ടം തന്നെയായിരുന്നു. അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിനീത് പിന്നീട് മലയാളത്തിൽ സജീവമായി, തമിഴിലും വിനീത് സജീവമായിട്ട് അഭിനയിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ആവാരംപൂ എന്ന് പറയുന്ന ഭരതൻ്റെ തന്നെ തകരയുടെ റീമേക്ക് തമിഴിൽ, ആ സിനിമയിൽ വിനീത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫാസിൽ വിനീതിനെ വിളിക്കുന്നത്. അതായത് മോഹൻലാലും ശോഭനയും സുരേഷ് ഗോപിയൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഒരു ഡാൻസറുടെ വേഷമാണ്. അപ്പോൾ വിനീത് ഒരു ഡാൻസറും കൂടി ആയതുകൊണ്ട് ആ വേഷം ചെയ്യാൻ മലയാളത്തിൽ വേറെ ആരുമില്ല, വിനീത് തന്നെ വരണം എന്ന് പറഞ്ഞു. പക്ഷെ വിനീതിന് ഈ തമിഴിലെ തിരക്കാരൻ ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. അത് മറ്റൊരു അന്യഭാഷയിലൊരു നടനാണ് ആ വേഷം ചെയ്തത്. ആ സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴിലെ രാമനാഥനെ മലയാളികൾക്ക് ആരും മറക്കില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ സിനിമ പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് തമിഴിലും ഹിന്ദിയിലൊക്കെ റീമേക്ക് ചെയ്തപ്പോൾ അത് വിനീത് തന്നെയാണ് ഡാൻസറുടെ വേഷം ചെയ്തത്. അങ്ങനെ വിനീതിന് അതൊരു വൻ നഷ്ടമായിരുന്നു എന്ന് വിനീതിന് അറിയാം. ശരിക്കും ചന്ദ്രമുഖി തമിഴിൽ ചെയ്യുമ്പോൾ രജനീകാന്താണ് ആ വേഷത്തിൽ വിനീത് മതി എന്ന് റെഫർ ചെയ്യണതും, അങ്ങനെയാണ് വിനീതിനെ അഭിനയിപ്പിക്കുന്നത്. ഹിന്ദിയിലും വിനീത് തന്നെയാണ് ചെയ്തത്. എനിക്ക് കന്നഡയും തെലുങ്കും എനിക്ക് ഉറപ്പില്ല, അത് നോക്കണം. ഇതുപോലെ വിനീത് തിരക്കായിട്ട്, അതായത് മലയാളത്തിലും തമിഴിലും ഒക്കെ തിരക്കിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിരീടമുണ്ണി, മലയാളത്തിലെ ഒരു പ്രശസ്ത നിർമ്മാതാവ് കിരീടമുണ്ണി, അവരൊരു സ്റ്റേജ് ഷോന് ഗൾഫിൽ നിൽക്കുന്ന ഒരു സമയത്താണ് സ്റ്റേജ് ഷോയിൽ വെച്ചിട്ട് കിരീടമുണ്ണി പറയുന്നത്, ലോഹിദാസിൻ്റെ പുതിയൊരു സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട്, പുതിയ സംവിധായകനാണ്, സിബി മലയിൽ തന്നെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സുന്ദരദാസാണ് സംവിധാനം ചെയ്യുന്നത്, അതിൽ നായികയായിട്ട് ആനിയാണ്, അതുപോലെ നായകനായിട്ട് വിനീതാണ്. അത്യാവശ്യം നല്ല പാട്ടുകൾക്കൊക്കെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് വിനീത് ചെയ്യണം എന്ന് പറയുന്നത്. വിനീത് പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ബേസിക് കഥ മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ ആ സമയത്ത് വിനീതിന് ഒരു തമിഴ് സിനിമയുടെ, അത് കാതൽ ദേശമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാതൽ ദേശം സൂപ്പർ ഹിറ്റായ സിനിമയാണ്. കാതൽ ദേശത്തിൽ വിനീതും അബ്ബാസുമാണ്, അല്ലെങ്കിൽ അബ്ബാസിൻ്റെ ആദ്യ സിനിമയാണ്. അപ്പോൾ കാതൽ ദേശത്തിൻ്റെ ഡേറ്റ് ആയിട്ട് ക്ലാഷ് ആയതുകൊണ്ട് വിനീതിന് ആ റോള് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നീട് അവർ ആനിയെ മാറ്റി, അതിലേക്കൊരു വിനീതും ആനിയും മാറി. അതായത് വിനീതിന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ ആനിയും വേണ്ട എന്നവർ വിചാരിച്ചു. കാരണം അതൊരു നെഗറ്റീവ് ഒരു ടച്ചും കൂടിയുള്ള, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചൊരു വെറുപ്പ് തോന്നണം ആ ഒരു നായികയോട്. എന്നാൽ ഒരു പുതിയ നായികയെ കാസ്റ്റ് ചെയ്യാം, എന്നാൽ പിന്നെ അത്ര ഒരു ഇമേജ് ഒന്നും ഇല്ലാത്തൊരു പുതിയ നായകനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് പുതിയ നായികയായ മഞ്ജു വാര്യരെ കൊണ്ടുവരുന്നു. പുതിയ നായകൻ ആയിട്ട്, അന്ന് സഹനടനായിട്ടും അല്ലെങ്കിൽ ചെറിയ സിനിമകളിലൊക്കെ നായകനായിട്ടൊക്കെ അഭിനയിക്കുന്ന ദിലീപിനെ കൊണ്ടുവരുന്നു. ആ സിനിമയായിരുന്നു സല്ലാപം. അങ്ങനെ സല്ലാപം സൂപ്പർ ഹിറ്റായി. ദിലീപും മഞ്ജു വാര്യർ എന്ന് പറയുന്ന 2 താരങ്ങളെ മലയാള സിനിമയ്ക്ക് കിട്ടി. ശരിക്കും അന്ന് ഒരു പക്ഷേ വിനീതിന് ഡേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വിനീതായിരിക്കാം ചിലപ്പോൾ ആ റോള് ചെയ്യേണ്ടത്. പിന്നെ ഫാസിൽ ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു ഇടവേള കഴിഞ്ഞ് ഫാസിൽ ഒരു ലവ് സ്റ്റോറി ചെയ്യാൻ വരുന്നു. ബേബി ശാലിനിയുടെ തിരിച്ചു വരവ് എന്നും പറഞ്ഞാണ് ഫാസിൽ ആ സിനിമ അനൗൺസ് ചെയ്യണതൊക്കെ.
അപ്പോൾ അതിലും ഇതുപോലെ തന്നെ ഒരു നായകൻ, അന്നത്തെ യുവനായകന്മാരാരെങ്കിലും ഒരാളെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിനീതിനെയാണ് ഫാസിൽ ആലോചിച്ചത്. പക്ഷെ വിനീത് ആ സമയത്ത് ഇതേപോലെ തന്നെ മഞ്ജീരധ്വനി എന്ന് പറയുന്ന സിനിമ ഭരതന്റെ അവസാനത്തെ സിനിമയായിരുന്നു. ആ സിനിമ തെലുങ്കിലും മലയാളത്തിലൊക്കെ ആയിട്ടാണ് ആ സിനിമ ചെയ്തത്. ആ സിനിമയുടെ പല ഷെഡ്യൂളുകളൊക്കെ ആയിട്ട് നീണ്ടുപോയതുകൊണ്ട് വിനീതിന് അപ്പോൾ ഒരു മലയാളം പടം ഉടനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഫാസിൽ വേറെ കുറച്ച് പുതുമുഖങ്ങളൊക്കെ നോക്കി അവസാനം നമുക്കറിയാം കുഞ്ചാക്കോവൻ വന്നു. അനീതി പ്രാവ് എന്ന് പറയുന്ന ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി. അനീതി പ്രാവിലൂടെ കുഞ്ചാക്കോ ബോബൻ, ശാലിനി കോംബോ ഒക്കെ നമുക്കറിയാം, പിന്നീട് ചരിത്രമായി മാറിയതാണ്. അപ്പോൾ ആ സിനിമയിൽ ആദ്യം ഒരു ഫാസിൽ ആലോചിച്ചിരുന്നത് വിനീതാണ്. അപ്പോൾ ഇത്രയും ഹിറ്റുകൾ ശരിക്കും പറയുകയാണെങ്കിൽ വിനീതിനെ നഷ്ടപ്പെട്ടു എന്ന് പറയാം. പക്ഷെ വിനീത് ഇതിൻ്റെ വേറൊരു വേർഷൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞാൻ നിരസിച്ചു അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കി എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഓപ്ഷനായിട്ട് വിനീത് ഉണ്ടായിരുന്നു. ഒരു പക്ഷെ വിനീത് ഓക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഈ പറയുന്ന ഡയറക്ടേഴ്സൊക്കെ അവസാനമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പുതിയ നായകന്മാരിലേക്കൊക്കെ തേടി പോയേക്കാം. കാരണം വിനീത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, പണ്ട് സർഗം സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ അന്ന് സിനിമയിൽ യുവതാരങ്ങൾ കുറവാണ്. അതായത് നമ്മൾ ലാലേട്ടനും മമ്മൂക്കയെ പോലെയുള്ള സീനിയേഴ്സ് കുറച്ച് പേര് കഴിഞ്ഞാൽ യുവതാരങ്ങൾ അല്ലെങ്കിൽ ഒരു ടീനേജ് കോളേജ് വേഷമൊക്കെ ചെയ്യുന്ന നടന്മാർ ശരിക്കും കുറവായിരുന്നുകൊണ്ട് എപ്പോഴും ഒരു ഓപ്ഷൻ ആയിട്ട് പുതിയ ആളുകൾ ആരെങ്കിലും നോക്കും സംവിധായകർ. പുതിയ ആരെയും കിട്ടിയില്ലെങ്കിൽ വിനീത്, മനോജ് കെ ജയൻ, ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ വിളിച്ചഭിനയിപ്പിക്കും. ഈ സർഗം സിനിമയിലും ശരിക്കും ന്യൂ കമേഴ്സിനെയാണ് അന്ന് നോക്കിയത്. അപ്പോൾ MT ആണ് എന്താ പറയുക, ഇവരുടെ വിനീതിൻ്റെയൊക്കെ ഗോഡ് ഫാദർ തന്നെയാണ് MT ഹരിഹരനൊക്കെ. അപ്പോൾ സർഗം സിനിമ ശരിക്കും MT അല്ല, അത് ഹരിഹരൻ തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ സർഗത്തിൻ്റെ പ്ലാനിങ് നടന്നിരുന്ന സമയത്ത് MT ഇതുപോലെ പറഞ്ഞു, ഞാൻ പുതിയ ആളുകളെ ഞാൻ നോക്കുന്നുണ്ട്, ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ വിനീതിനെ വിളിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ പുതിയ നടന്മാർ ആദ്യം വില്ലനെ കാസ്റ്റ്, അതിൽ ഒരു ആൻറ്റി ഹീറോ അല്ലെങ്കിൽ ഒരു സീരിയസ് റോൾ ചെയ്യുന്ന മനോജ് കെ ജയൻ്റെ 4ാമത്തെ 5ാമത്തെ പടമാണ്. അപ്പോൾ മനോജ് കെ ജയൻ പെരുന്തച്ഛനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് സർഗത്തിൽ മനോജ് കെ ജയനെ കാസ്റ്റ് ചെയ്യുന്നു. പിന്നീട് വേറെ നായകനൊന്നും പറ്റി പുതിയ നായകന്മാരെയൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ വിനീതിനെ തന്നെയാണ് അഭിനയിപ്പിച്ചത് സർഗം. അപ്പോൾ വിനീത് പറഞ്ഞെങ്ങനെയാണ്, എല്ലാവരും പുതിയ ആളുകളെ നോക്കും, ചിലപ്പോൾ ആരെയും കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ച് അഭിനയിപ്പിക്കും. ഇതുപോലെ വേറെ ചില നടന്മാർക്ക് അഭിനയിക്കാൻ പറ്റാതെ ആ റോള് വിനീത് ചെയ്ത് ഹിറ്റാക്കിയിട്ടുണ്ട്. അതിൽ ഒരു റോളാണ് ഡാർലിംഗ് ശരിക്കും കുഞ്ചാക്കോ ബോബനെയാണ് അന്ന് രാജസേനൻ ഉദ്ദേശിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ, ദിലീപ്. അപ്പോൾ അതായത് ആ ഡാർലിംഗിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു നായകൻ, ഒരു പാവം നായകൻ, ഒരു പ്രണയ നായകൻ, അപ്പുറത്ത് ചെറിയൊരു കുറച്ചൊരു നെഗറ്റീവ് ടച്ചുള്ള മറ്റൊരു നായകൻ. അപ്പോൾ ദിലീപിൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ തന്നെ ദിലീപ് പറഞ്ഞ് ഞാൻ ആ വില്ലൻ വേഷം ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് മതി എന്ന് പറയുമ്പോൾ മറ്റേ റോള് കുഞ്ചാക്കോവിനെ കാസ്റ്റ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. കുഞ്ചാക്കോവിനെ കാസ്റ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ചാക്കോവിന് അന്ന് ഡേറ്റ് ഇല്ല. അന്ന് കുഞ്ചാക്കോ ശരിക്കും ആ സമയത്ത് ഒരു 99-2000 കാലഘട്ടങ്ങളിൽ ദിലീപിനെക്കാട്ടും താരമൂല്യം ഉണ്ടായിരുന്ന ഒരു നായകനായിരുന്നു കുഞ്ചാക്കോ ബോബൻ. ദോസ്തൊക്കെ ചെയ്യണ സമയത്തൊക്കെ പലരും തുളസിദാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ന് കുഞ്ചാക്കോ ബോബനെ ഒരു സോളോ ഹീറോ ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ, ദിലീപിൻ്റെ ഒപ്പം അഭിനയിക്കാനൊക്കെ ഒരു മടിയുണ്ട്, കാരണം മറ്റൊരു ഹീറോൻ്റെ കൂടെ അഭിനയിക്കാൻ മടിയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വന്ന ഡാർലിംഗിൽ കുഞ്ചാക്കോന് റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ഓപ്ഷനായിട്ട് വിനീത് വന്നു. അതുപോലെ കുറേ സിനിമകളുണ്ട്. എനിക്കൊന്ന് ചതിക്കാത്ത ചന്തുവും ശരിക്കും അന്ന് ദിലീപായിരുന്നു ശരിക്കും അതിൻ്റെ നായകൻ. പിന്നീട് ദിലീപിൻ്റെ ഡേറ്റും കാര്യങ്ങൾ ക്ലാഷ് വന്നപ്പോഴാണ് ജയസൂര്യ വന്നത്. അന്നത്തെ ചില മാഗസീൻസിലൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു, ഇന്ദ്രിത്ത് അഭിനയിക്കുന്നു, പൃഥ്വിരാജ് അഭിനയിക്കുന്നു, ഇങ്ങനെ പല സത്യാവസ്ഥ അറിയില്ല. പക്ഷെ അവസാനം ആ റോള് വന്നത്, അതിൽ അവർ സെക്കൻഡ് ഹീറോ ആയിട്ട് വന്നത് വിനീതാണ്. അപ്പോൾ വിനീത് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നും ഇന്നും വിനീത് ചെറുപ്പമാണ്. ഇപ്പോൾ വിനീതിന് ഒരു 50 വയസ്സിന് മുകളിലൊക്കെ പ്രായമായെങ്കിലും ഇപ്പോഴും ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വിനീതിന് കുറച്ചും കൂടി ഒരു സീരിയസ് റോൾസ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള റോൾസൊക്കെ കിട്ടി തുടങ്ങുന്നത്. പിന്നെ പണ്ട് വിനീതിന് ഡബ് ചെയ്തിരുന്നത് കൃഷ്ണാന്തരനാണ്. ചില സിനിമകൾക്ക് മാത്രമാണ് വിനീത് ഡബ് ചെയ്തിരുന്നത്. പക്ഷേ കാബൂളി പോലത്തെ സിനിമകൾ ഒക്കെ കൃഷ്ണാന്തരനാണ് ഡബ് ചെയ്തിട്ടുള്ളത്. കൃഷ്ണാന്തരൻ അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാബൂളിവാല സിനിമയെക്കുറിച്ചും എടുത്തു പറയേണ്ടത്. അതിലും സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടുള്ള സിനിമയിൽ സിദ്ദിഖ് പറഞ്ഞാണ് ആദ്യം ഒരു പുതിയ നായകനെയാണ് ആലോചിച്ചത്, പക്ഷെ പറ്റിയ ആളെ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വിനീതിനെ അഭിനയിപ്പിച്ചു. അപ്പോൾ നേരത്തെ ഹരിഹരനൊക്കെ പറഞ്ഞ പോലെ പറ്റിയ ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ ഇവർക്കൊരു ധൈര്യമാണ്, അപ്പുറത്ത് വിനീത് ഉണ്ട്, നമ്മുടെ ഒരു പയ്യനുണ്ട് എന്ന് പറയുന്ന ഒരു ധൈര്യമായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്ന് വിനീതിന് മറ്റ് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളൊക്കെ ഡബ് ചെയ്തിരുന്ന വിനീത് പിന്നീട് ഇപ്പോൾ വിവേക് ഒബ്രോയ്ക്കൊക്കെ അതിഗംഭീരമായിട്ട് ഡബ് ചെയ്യുന്നു, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതിനുശേഷം എനിക്ക് തോന്നുന്നു വേറെ സിനിമയിൽ ബിഗ് ബ്രദറിലാണെന്ന് തോന്നുന്നു, അതിൽ സൽമാൻ ഖാൻ്റെ അനിയൻ ആയിട്ട് അഭിനയിച്ച സൽമാൻ ഖാൻ്റെ അനിയൻ അതിൽ വില്ലനായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിനും ഡബ് ചെയ്തത് വിനീതാണ്. അങ്ങനെ കുറച്ച് പുറത്തുള്ള ചില നടന്മാർ അവർക്കൊക്കെ വിനീതാണ് ഇപ്പോൾ ഡബ് ചെയ്യുന്നത്. വിനീത് ഒരു മികച്ച ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടിയാണ്, മികച്ച നർത്തകനാണ്.
മികച്ചൊരു നടനും കൂടിയാണ്. ഇനിയും ഒരുപാട് ദൂരെ അദ്ദേഹത്തിന് സഞ്ചരിക്കാനുണ്ട്. ചിലപ്പോൾ ഇനി വിനീതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഒരു വിനീതിലെ നടനെയായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്.